നമസ്കാരം. പാർട്ടി അണികൾക്ക് പോലും വേണ്ടതായി പിണറായി വിജയനെ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ നോക്കിയ പിണറായി വിജയനെ ആ സ്ഥാനത്തേക്ക് വേണ്ട, രാജിവെച്ചൊഴിഞ്ഞു പോയെന്ന് കീഴ്ഘടകങ്ങൾ വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ചു ജീവിച്ച പിണറായി വിജയന് ഒരു MLA ആയി നിയമസഭയിൽ വന്നിരിക്കുന്നതിന് സാധ്യമല്ല. അതിനു പകരം അദ്ദേഹത്തിൻ്റെ മരുമകനെ ഈ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ നോക്കിയെങ്കിലും പോളിറ്റ് ബ്യൂറോയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായി. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പിണറായി തന്നെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക്, ഇപ്പോഴുണ്ടായ കനത്ത പരാജയത്തിന് കാരണമെന്ന് അന്തം കമ്മികളൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായി അവർക്ക് പിണറായി വിജയനോട് യോജിപ്പില്ല. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ഈ സ്ഥാനമൊഴിഞ്ഞ് പോകണമെന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. ഇത് പലരും പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ പരസ്യമായി പറയാൻ അവർക്കൊക്കെ മടിയുണ്ട്, പേടിയുണ്ട്. പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യങ്ങൾ കൈപ്പറ്റി നിൽക്കുന്നവർക്ക് അത്തരത്തിൽ നിന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുണ്ടാകൂ. ഇതുതന്നെയാണ് കണ്ണൂരും സംഭവിച്ചത്. കണ്ണൂരിൽ TI മധുസൂദനോടൊപ്പവും PK ശ്യാമളയോടൊപ്പവും ഒക്കെ അണികളൊക്കെ പ്രചാരണത്തിനായി ഒരുപാടുണ്ടായിരുന്നു. TK ഗോവിന്ദനെയും B കുഞ്ഞികൃഷ്ണനെയും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചു സമൂഹ മാധ്യമത്തിലൂടെ. അവരുടെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു, ചുവരെടുത്ത് നശിപ്പിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, വാഹനങ്ങൾ നശിപ്പിച്ചു. പക്ഷേ ഫലം വന്നപ്പോൾ ഇവർ രണ്ടുപേരും ജയിക്കുകയും ശ്യാമളയും മധുസൂദനും തോൽക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന പലർക്കും ഈ നേതൃത്വത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കണ്ണൂരത്തെ വീടും തിരുവനന്തപുരത്തെ വീടും മരുമകൻ റിയാസിൻ്റെ വീടുമൊക്കെ ED പുലർച്ചെ മുതൽ റെയ്ഡ് നടത്തി. ആ സമയത്താണ് അന്തം കമ്മികളൊക്കെ ഈ വീടുകളുടെ മുന്നിൽ തടിച്ചുകൂടിയത്. അത് കോഴിക്കോട്ടും അത്തരത്തിൽ തടിച്ചുകൂടി, കണ്ണൂരും തടിച്ചുകൂടി, തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. കടകംപള്ളി സുരേന്ദ്രനും V ജോയിയും ഉൾപ്പെടെ ഉള്ളവരൊക്കെ, BK പ്രശാന്തും അടക്കമുള്ളവരൊക്കെ പിണറായി വിജയൻ്റെ ഈ വീടിന് മുന്നിൽ വന്നു. CRPFൻ്റെ ഒരു സുരക്ഷയോടുകൂടിയാണ് വീടൊക്കെ റെയ്ഡ് നടത്തിയത്. പക്ഷേ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ തടിച്ചുകൂടിയ അന്തം കമ്മികളൊക്കെ വളരെ അക്രമാസക്തരായി. ഗോവിന്ദനും അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അണികളൊക്കെ നേതാക്കളെ വകവയ്ക്കാതെ വളരെ അക്രമ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. അതൊരിക്കലും അവർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ലാത്തത് കൊണ്ടല്ല. CRPFന് നേരെ കുപ്പിയും ഹെൽമറ്റും കല്ലുമൊക്കെ വടികളുമൊക്കെ ഇവർ വലിച്ചെറിഞ്ഞു. ഈ റെയ്ഡ് നടത്തിയതിനു ശേഷം മടങ്ങിപ്പോകാൻ ഒരുങ്ങിയ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചു, വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിത് മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പരമാവധി EDയെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ പ്രകോപിപ്പിക്കുക. ഈ വനിതാ ഉദ്യോഗസ്ഥർ, EDയുടെ സംഘത്തിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. അവർ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പരിശോധനയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും അപരിഷ്കൃതരായ, വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അക്രമാസക്തരായ ഒരു കൂട്ടത്തെ അവരൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ വലിയ അമ്പരപ്പിലായിരുന്നു. എന്തായാലും ഈ വാഹനം CRPFൻ്റെ സുരക്ഷയോടുകൂടി പുറത്തേക്ക് വരാനൊരുങ്ങുമ്പോഴാണ് അന്തംകമ്മികൾ വളഞ്ഞിട്ട് ആക്രമിച്ച് അതിൻ്റെ ചില്ലൊക്കെ തകർത്തു കളഞ്ഞത്. ഈ അക്രമങ്ങൾ കാണിച്ചതിൻ്റെയും വാഹനം തകർത്തതിൻ്റെയും ഒക്കെ പരിണിത ഫലം അനുഭവിക്കേണ്ടതാരാണ്? പിണറായി വിജയനും മകളും. ED രാവിലെ പ്രാവൽ കഴിക്കാനല്ല, പുട്ടും പയറും നിന്ന് കളയാം വിജയൻ്റെ വീട്ടിൽ കയറി എന്ന് കരുതിയിട്ടല്ല ED ഇന്ന് രാവിലെ ബേക്കർ ജംഗ്ഷനിലുള്ള അയാളുടെ വീട്ടിലേക്ക് വന്നത്. അവിടെ പിണറായി വിജയൻ്റെ മകൾ പ്രതിയായിട്ടുള്ള CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് നിലവിലുള്ളത് കൊണ്ടാണ്. എത്രയോ തവണ ഡൽഹി ഹൈക്കോടതി ഈ കേസ് മാറ്റിവെച്ചു. കേരള ഹൈക്കോടതിയിൽ അന്ന് ഈ കേസിന് സ്റ്റേ നൽകിയ അതേ ജഡ്ജി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം മാറിയപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജുഡീഷ്യറിയെ പോലും പിണറായി വിജയൻ എത്രമാത്രം ഭയപ്പെടുത്തി നിർത്തിയിരുന്നു എന്നുള്ള സംശയം സാധാരണക്കാർക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ അന്തം കമ്മികളുടെ ഈ പ്രകോപനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വന്നു. അവർ സമാധാനപരമായി മൊഴിയെടുക്കുന്നു. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഈ നാടിൻ്റെ ഒരു നാടുവാഴിയൊന്നുമല്ലല്ലോ. അയാളൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കഴിച്ചു തൂങ്ങിക്കിടക്കുന്നു. ഇന്ത്യയിലെ ഒരു പൗരനാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ആ ഏജൻസിക്ക് നിയമപരമായി വീട് റെയ്ഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ പിണറായി വിജയനെന്നോ അല്ലെങ്കിൽ മറ്റൊരാളെന്നോ ഉള്ള യാതൊരു വേർതിരിവുമില്ല. ഇതിനേക്കാളും തലതൊട്ടപ്പന്മാരായിരുന്നു ഷിബു സോറനും ഹേമന്ത് സോറനും
അതുപോലെ അരവിന്ദ് കെജ്രിവാളും ലാലു പ്രസാദ് യാദവും ഒക്കെ അവരുടെ മടയിൽ കയറി പൊക്കിക്കൊണ്ടുപോയി ജയിലിലിട്ടവരാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അവരെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പിണറായി വിജയൻ വെറും അശു മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നേതാക്കളുടെ ഒരു തന്ത്രമാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിൽ അണികളൊക്കെ അവിടെ തടിച്ചുകൂടുമ്പോൾ നേതാക്കൾക്ക് അവരെ വിലക്കേണ്ടതാണ്. കാരണം നിങ്ങളിവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടതില്ല. അവരവിടെ സമാധാനപരമായിട്ട് റെയ്ഡ് നടത്തുകയാണ്, മൊഴിയെടുക്കുകയാണ്. നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. നമ്മൾ തോറ്റ് തൊപ്പിയിട്ട് തലയിൽ തൊപ്പിപ്പാളയും വെച്ച് നിക്കർ ഉരി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇനിയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ നാണം കെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണമെന്ന് ഈ നേതാക്കൾ കടകംപള്ളിയും പ്രശാന്തും വി ജോയിയും അടക്കമുള്ളവർ പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകുമായിരുന്നു. അല്ലാതെ ഇവർ പരസ്യമായി ക്യാമറയുടെ മുന്നിൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് അണികൾ ആക്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ വി ജോയിയെയും കടകംപള്ളിയെയും ഉൾപ്പെടെ പൊക്കിയെടുത്ത് അകത്തിടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസി നിയമാനുസൃതമായി റെയ്ഡ് നടത്താൻ വന്നു. ആ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനും EDയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും അവരുടെ വാഹനം തകർത്തതിനുമൊക്കെ ഉത്തരവാദി കടകംപള്ളിയും വി ജോയിയും അടക്കമുള്ളവരാണ്. അവരെയൊക്കെ പൊക്കി അകത്തിട്ടാൽ തീരാവുന്ന ഒരു കഴപ്പ് മാത്രമേ ഈ അണികൾക്കുള്ളൂ. എന്തായാലും ആരാണ് വാഹനം തകർത്തത് എന്നുള്ളതൊക്കെ ചാനൽ ക്യാമറകളിലൂടെ കാണാവുന്നതേ ഉള്ളൂ. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുക, അത് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ പിണറായി വിജയൻ മാറണം എന്നുള്ളൊരു അഭിപ്രായം എന്തെങ്കിലും കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. കീഴ്ഘടകങ്ങളിൽ പോലും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ അട്ടിപ്പയച്ചു, എന്നിട്ടും കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ പാർട്ടിക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയൂ, ഉയർത്തെഴുന്നേൽക്കാൻ കഴിയൂ എന്നുള്ള കാര്യം വി ജോയിയും കടകംപള്ളിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. എന്നു മാത്രമല്ല, ആ സ്ഥാനത്ത് മറ്റൊരാൾക്ക് കയറിയിരിക്കുകയും ചെയ്യാം. അതൊരു പക്ഷേ ബാലഗോപാലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കും അവിടെ കയറിയിരിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ പൊക്കി അകത്തിടുക, മകളെയും പൊക്കി അകത്തിടുക, അതോടുകൂടി ആ അധ്യായം അടഞ്ഞു എന്നുള്ള കാര്യം ഇവർക്കറിയാം. 1-2 ദിവസം രോഷങ്ങളൊക്കെ ഉണ്ടാകും. അത് അടിച്ചമർത്താനുള്ള ഒരു ശക്തിയുള്ള ഒരു സേനയാണല്ലോ ഇവിടെ നമ്മുടെ രാജ്യത്തുള്ളത്. ഇവിടെ കേരള പോലീസുണ്ട്, അതല്ലെങ്കിൽ തന്നെ കേന്ദ്രസേനയുണ്ട്. ആ കേന്ദ്രസേനയൊക്കെ അവരുടെ തനി സ്വരൂപം പുറത്തെടുത്താൽ മതി. അന്തംകമ്മികളൊക്കെ ഓടുന്ന വഴിയിൽ പുല്ല് പോലും മുളയ്ക്കില്ല. എന്തായാലും പിണറായി വിജയനെ അകത്താക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അന്തംകമ്മികൾ നേതാക്കൾ നടത്തിയത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ അനുമാനിക്കാൻ കഴിയും. റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർക്കും കേന്ദ്രസേനയ്ക്കും പരമാവധി പ്രകോപനമുണ്ടാക്കി അതിന്റെ പരിണിതഫലം പിണറായി വിജയനും മകൾക്കും വാങ്ങിക്കൊടുത്ത് അവരെ അകത്താക്കാനും അതുവഴി പിണറായി വിജയൻ എന്ന ശല്യത്തെ പാർട്ടിയിൽ നിന്ന് ഒഴിപ്പിക്കാനുമാണ് ചിലരൊക്കെ ശ്രമിച്ചത് എന്ന് നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു.